അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിൻ്റെ ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട അവസാന പത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യമുള്ളതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് നാമങ്ങളും ഒരുപാട് സിഫത്തുകളും എല്ലാം ഉണ്ട് എന്നുള്ളത്. അതിൽപ്പെട്ട ഒരു നാമമാണ് അൽ അഫ്വ് എന്നുള്ളത്, അഥവാ വിട്ടുവീഴ്ച നൽകുന്നവൻ, മാപ്പ് നൽകുന്നവൻ, തെറ്റുകുറ്റങ്ങളെ പുറത്തു നൽകുന്നവൻ എന്നെല്ലാമാണ് ഇതിന് അർത്ഥമായിട്ട് തഫ്സീറുകളിലും മറ്റുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു അഫ്വ് എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രത്യേകിച്ചും റമളാനിൻ്റെ ഈ ഒരു അവസാന 10 ദിനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇബാദത്തുകളിലും മറ്റുമായി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു അഫ്വ് എന്നുള്ള ഈ ഒരു അഫ്വ് എന്നുള്ള ആ നാമത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തിന് നാം തേടേണ്ടതുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരായിട്ടുള്ള നമ്മുടെ അടുക്കലെല്ലാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാകും. നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുവാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ കാതുകൾ കൊണ്ട് നമ്മൾ കേൾക്കുവാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത്, അതുപോലെ നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ നമ്മൾ പല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന രൂപേണയാണ് ഈ ഒരു അഫ്വ്, അഥവാ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്താപം നേടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം എത്രത്തോളം അടുക്കുന്നുവോ, എത്രത്തോളം പശ്ചാത്താപം നേടുന്നുവോ, അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു റമളാനിൻ്റെ അവസാന ഭാഗത്ത് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു നല്ല ശീലമാണ് ക്ഷമ എന്നുള്ളത്. നാം നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോടെല്ലാം നമ്മൾ ക്ഷമിക്കുകയാണ്, അതല്ലെങ്കിൽ അവർ നമ്മോട് ചെയ്ത തെറ്റുകളെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമുക്ക് തെറ്റുകളെല്ലാം പുറത്തു മാപ്പാക്കി തരും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതായത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ പാപങ്ങൾ പൊറുക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതിനാൽ നീ എനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥനയെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ നാം അധികരിപ്പിക്കുവാൻ ശ്രമിക്കണം എന്നുള്ളത് ഓരോരുത്തരോടും പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ്. അതുപോലെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു വിശേഷണത്തെപ്പറ്റി പല സ്ഥലങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നല്ലാഹ കാന അഫ്വൻ ഗഫൂറ, അതായത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാണ് എന്നെല്ലാം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പല പ്രാർത്ഥനകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു വിശേഷണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അതായത് അല്ലാഹുവേ, ഈ ഇഹലോകത്തും പരലോകത്തും നീ
എനിക്ക് സൗഖ്യവും അതുപോലെ മാപ്പും നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ടെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കിക്കൊണ്ട് ഈ ഒരു പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി, പൂർണ്ണമാകുന്നതോടുകൂടി ഒരു പിഞ്ചു കുഞ്ഞി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പോലെ ശുദ്ധമായിക്കൊണ്ട് ഈ റമദാനിൽ നിന്നും നമ്മളും ഒരു പാപങ്ങളൊന്നുമില്ലാതെ ശുദ്ധമായിക്കൊണ്ട് അടുത്ത ശവ്വാലിലേക്ക് കടക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുമുള്ള നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമെല്ലാം വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.